ഇന്ന് യൂത്ത് ലീഗിന്റെ പ്രസ്താവനയിൽ പറയുന്ന ഒരു കാര്യം ഞാൻ വായിക്കാം. അതായത് സംഘപരിവാറിനെ തോൽപ്പിക്കും വിധം മുസ്ലിം ന്യൂനപക്ഷത്തിനെതിരെ പിണറായി സർക്കാർ നിരന്തരം കേസെടുക്കുകയാണ്. ഷംസുദ്ദീൻ പാലത്തും എം അക്ബറും ജൌഹറുമെല്ലാം ഇത്തരം സമീപനത്തിന്റെ ഇരകളാണ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഷംസുദ്ദീൻ പാലത്തിനെതിരെ കേസെടുത്തത് ആരുടെ പരാതിയിലാണ്? അഡ്വക്കേറ്റ് ഷുക്കൂറിന്റെ പരാതിയിലാണ്. ഇതേ പരാതിയിൽ തന്നെ ശശികലക്കെതിരെയും അദ്ദേഹത്തിന്റെ പരാതി ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ ഇവിടെ ഉന്നയിക്കുന്ന കാര്യം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം തുടർച്ചയായി എടുക്കുന്ന ആരുടെ അനുഭാവിയാണ്? അദ്ദേഹം മുസ്ലിം ലീഗിന്റെ അനുഭാവിയാണ്. അത് അദ്ദേഹം വ്യക്തിപരമായി ചെയ്ത ഒരു കാര്യമാണ്. അതേക്കുറിച്ചാണ് മുസ്ലിം ലീഗിന്റെ അനുഭാവിയായ അഡ്വക്കേറ്റ് ഷുക്കൂർ കൊടുത്ത കേസിനെ കുറിച്ചാണ് മുസ്ലിങ്ങളെ ഇരയാക്കാൻ വേണ്ടിയുള്ള കേസ് എന്ന് നിങ്ങൾ തന്നെ പറയുന്നത്. അല്ല പ്രമോദ്, അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു വ്യക്തി ഒരേ പരാതിയിൽ രണ്ടുപേർക്കെതിരെ കേസ് കൊടുക്കുക, എന്നാൽ ശശികല ടീച്ചർക്കെതിരെ യാതൊരു തരത്തിലുമുള്ള നടപടിയില്ലാതിരിക്കുക. നോക്കൂ, ശശികല ടീച്ചർക്കെതിരെയും കേസ് കൊടുത്തല്ലോ. അതെ, കേസ് അതിനുള്ള ഇരട്ട നീതിയാണ്. കേസെടുത്തോ ശശികലയ്ക്കെതിരെ? കേസെടുത്തില്ല. കേസെടുത്തില്ല എന്നോ? ഹൊസ്ദുർഗ് പോലീസിലേക്ക് പോകൂ പ്രമോദ്. നജീബ് ഹൊസ്ദുർഗ് പോലീസിലേക്ക് പോയി അന്വേഷിച്ചോളൂ. പ്രമോദ്, ഹൊസ്ദുർഗ് പോലീസിൽ പോയി അന്വേഷിച്ചോളൂ കേസെടുത്തോ ഇല്ലയോ എന്ന്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ശ്രീ നജീബ്, ഷംസുദ്ദീൻ തെറ്റെന്താണ്? ഷംസുദ്ദീൻ പാലത്ത് ചെയ്ത തെറ്റെന്താണ്? 153A പ്രകാരമാണ് അദ്ദേഹത്തിനെതിരെ കേസെടുത്തത്, അല്ലെ? മതവിദ്വേഷം, മതങ്ങൾ തമ്മിൽ അസഹിഷ്ണുതയും വിദ്വേഷവും വളർത്താൻ ശ്രമിച്ചു എന്നതാണ് കുറ്റം. 5 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാൻ പറ്റുന്ന കുറ്റം. ആ കുറ്റത്തിനൊപ്പം UAPAയും ചുമത്തി. പിന്നീട് ആ കുറ്റം നിലനിൽക്കുമ്പോൾ UAPAയുടെ ആവശ്യമില്ല എന്ന് കണ്ട് UAPA പിൻവലിച്ചത് ഈ സർക്കാരാണ്. ആ സർക്കാരിനെ കുറിച്ചാണ് ന്യൂനപക്ഷ വേട്ട നടത്തുന്നു എന്ന് നിങ്ങൾ പറയുന്നത്. ഈ കേസെടുത്തത് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്റെ, മുസ്ലിം ലീഗിന്റെ നേതാവിന്റെ പരാതിയിലും. എന്നിട്ടാണ് നിങ്ങൾ പറയുന്നത് ഷംസുദ്ദീൻ പാലത്തും എം അക്ബറും ജൌഹറുമെല്ലാം ഇത്തരം സമീപനത്തിന്റെ ഇരകളാണെന്ന്. ഇതേക്കുറിച്ച് എന്താണ് പറയേണ്ടത്?